السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق والحق والهادي إلى صراطه المستقيم صلى الله عليه وعلى آله وصحبه حق قدر المقدار العظيم. أما بعد، بسم الله الرحمن الرحيم. وذكر فإن ذكرى تنفع المؤمنين. صدق الله المولانا العظيم. أهل القرآن هم أهل الله وخاصته. شفيعنا رسول الله صلى الله عليه وسلم. ഖുർആൻ കലാമുല്ലാഹിയാണെന്ന് ഓർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. മുസാഫ് പറന്നത് കണ്ട് നീ എഴുന്നേൽക്കണേ, തൗറാത്ത് കണ്ട് എഴുന്നേറ്റ് നബി എന്ന് ഓർക്കണേ. വലം സയ്യിദുന മൗലാന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഖബർ ശിക്ഷയിൽ നിന്ന് പാറാവൂ, ഖബർ ശിക്ഷയില്ലാണ്ടാവൂ. ആക്കേണ്ട മൂന്നാമത്തെ കാര്യ പരിശുദ്ധ ഖുർആൻ, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഷരീഫ് ഓതുക. ഖുർആൻ അള്ളാഹു റബ്ബൽ കരീം, അത് ഖുർആൻ ഷരീഫ് ചെന്ന് അള്ളാഹുടെ നൂറത് ഖുർആൻ. അതുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിൽ എവിടെ പോയിട്ടെങ്കിലും ഏത് ചിമ്മലിന്തെങ്കിലും അങ്ങ് പ്രകാശം വേണ പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതരങ്ങാവണം. ചിമ്മൽ വെച്ച് ഏറ്റവും വലിയ ചിമ്മലിൻ്റെ പക്കോടെ അത് മിറ്റിയില്ല, അത് കബറും. അപ്പോൾ കബറിലെ സമയത്ത് ബെൽറ്റാവണു പരിശുദ്ധ ഖുർആൻ അള്ളാഹുടെ പുറത്തേക്കായിട്ട് ഓതരങ്ങ നങ്ങാവണു. എന്തെങ്കിലും ഓതരോ അള്ളാഹു ചെന്നാൽ അലൈക തിലാവത്തുൽ ഖുർആൻ വദിക്റുല്ലാഹി അസ്സ വജല്ല. അത് അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ഓതരോ, അത് അള്ളാഹുടെ ദിക്ർ, അള്ളാഹുടെ ദിക്ർ, അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ഓതരും ഓതരം എന്താക്കിയിട്ട് അള്ളാഹുടെ ദിക്റായിട്ട് പറയണത്. നല്ല ദിക്റിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റർ ദിക്ർ പരിശുദ്ധ ഖുർആൻ. പിന്നെ അള്ളാഹുടെ കലാമൊക്കല്ലേ, അള്ളാഹുടെ കലാം. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളിട്ട് പലക പറഞ്ഞിട്ടുള്ള അള്ളാഹു ഞങ്ങളിട്ട് പലക പറ്റും. പരിശുദ്ധ ഖുർആൻ ധാരാളം ഓരോ മനുഷ്യന്മാരെന്തോ അള്ളാഹു ഞങ്ങളിട്ട് പലക പറ്റും. നിസ്കാരത്തിൽ ഞങ്ങൾ അള്ളാഹുട്ട് പലക പറ്റും. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു ഞങ്ങളിട്ട് പലക പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ഗ്രേഡ്. അതുകൊണ്ട് എന്താക്കണം, ദിക്ർ നീന് അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് ദിക്റും മുറുകെ പിടിക്കണം. അള്ളാഹു ചെന്നു അലൈക ബിതലാവത്തുൽ ഖുർആൻ വദിക്റുല്ലാഹി അസ്സ വജല്ല. എന്തിಗೆ ഫൈനു ദിക്റുൻ ലക ഫിസ് സമാഇ നൂറുൻ ലക ഫിൽ അർള്. അതെന്താക്കണം നിങ്ങളെ നീന് അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന അള്ളാഹുടെ ദിക്റിലുണ്ടായിട്ട് നീನು ആകാശലോകത്തിൽ എന്താ അവിടെ സ്മരിക്കപ്പെടുற, ആകാശലോകത്തിൽ നിൻ്റെ അള്ളാഹുടെ അവിടെ പുകൽപ്പെടുற. അതുകൊണ്ട് ഭൂമിയിൽ എല്ലാ പക്കം എന്താവടും നിൽക്ക് സന്മാർഗത്തെ വെളിച്ച എപ്പോൾ ഉണ്ടാവടും എന്ന് ചെല്ലാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുൻ്റെ റസൂൽ പരിചയമാക്കിയത് സഹാബ കണ്ടു. അള്ളാഹു കുടുംബക്കാറുള്ളാറ്, അള്ളാഹുടെ അഹലുകാറുള്ളാറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി ചെന്നപ്പോൾ സഹാബകൾ കേട്ടാറ്. ആറ് നബി കേട്ടാറ്? ഖാലു മൻഹും യാ റസൂലല്ലാഹ്. ആറ് നബി? അള്ളാഹുടെ കുടുംബക്കാർ, അള്ളാഹുടെ അഹലുകാർ. നമ്മുടെ ഉമ്മും ബാപ്പടക്കും സംബന്ധം കുടുംബക്കാരല്ലേ, അതുപോലെ അള്ളാഹുടെ കുടുംബക്കാർ ആറ് എന്ന് കേട്ടപ്പോൾ നബി ജന്ത് അഹ്ലുൽ ഖുർആനിഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു. അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന മനുഷ്യന്മാർ, അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന മനുഷ്യന്മാർ അള്ളാഹുടെ അഹലുകാരങ്ങ. അത്തരമെല്ലാം ഖാസായ പ്രത്യേക വിശേഷ സ്പെഷ്യൽ അള്ളാഹുടെ അഹലുകാരങ്ങ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുറങ്ങ അള്ളാഹുടെ കുടുംബക്കാർ എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ധാരാളം ഖുർആൻ ഓതരങ്ങാണ്. ഖുർആൻ ഓതുന്നത് കൊണ്ട് എന്താ ഒരുപാട് നേറ്റമുണ്ട്. ബറാബരി ഖുർആൻ കൊണ്ട് കൽബ് ഉണ്ടായ എല്ലാ കറുപ്പ് കലങ്ങ, ചെന്തെങ്കിലും ദോഷത്തെ എല്ലാ കലങ്ങളെ അതില്ലാണ്ടാക്കട്ടെ. അത്തരമേല ഞങ്ങൾ തള്ളും എല്ലാ രോഗത്തും മറന്നു വെക്കുക. അത് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഓതരങ്ങളെ അള്ളാഹു ഭയങ്കര ഇഷ്ട. പരിശുദ്ധ ഖുർആൻ ഓതരങ്ങൾ അള്ളാഹുൻ്റെ ചില ഉമ്മത്തിങ്ങളിലെ ഭയങ്കര ടേസ്റ്റ് തങ്ങാങ്ങ, ഭയങ്കര ഉന്നതർ നേരങ്ങ. ഈ ഭാഗത്തിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റ് ഈ ഭാഗത്ത് ഏത്? ഖുർആൻ ഓതണമേ. ഖുർആൻ ഓതറോ അള്ളാഹു ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അത് അത്രയുമെല്ലാം നാല് ആഖിറത്തിൽ എന്താക്കട്ടെ, സുഫാർസ് ആക്കട്ടെ. ഖുർആൻ അത് ബെൽച്ച അത്രയുമെല്ലാം ആഖിറത്തോ ആസ്തിയോ നിധി വെക്കത്. അത് ഓതറങ്ങും അള്ളാഹുടെ ബറക്കത്ത് ധാരാളം ചൊരിയിട്ട് ധാരാളം ചൊരിഞ്ഞിട്ടേക്കട്ടെ. ദുവാ അത് ഓതുന്ന ടൈമിൽ ദുവാർക്കും ആർക്ക് ടൈം കിട്ടില്ലെങ്കിലും അങ്ങ് കേൾക്കാണ്ട് എന്തെല്ലാം ആവശ്യം എല്ലാം കൊടുക്കട്ടെ. ഖുർആൻ ഓതുന്ന മനുഷ്യന്മാർ ദുവാർക്ക് ടൈമില്ലാണ്ടിത് അങ്ങ് എന്തെല്ലാം കേൾക്കട്ടെ, ആറ് കേൾക്കാണ്ടേ അള്ളാഹു എല്ലാം
കൊടുക്കൂടാ. അതുകൊണ്ട് സ്വർഗത്തിലങ്ങളോ ദറജല്ല യാറാണ്ടിക്കട് അങ്ങനെ കൽബും അങ്ങനെ തടിക്കുമുണ്ട് എല്ലാ രോഗ ഇല്ലാണ്ട് അവിടെ ചെന്നെങ്കിൽ തപ്പ് പറയാത്ത ഒരു വിശേഷ കാവലുണ്ട് അവിടെ. ഖുർആൻ നല്ലൊരു ഐശ്വര്യ. അതുകൊണ്ട് ഖുർആൻ ധാരാളം നിങ്ങൾ ഓതിറങ്ങാവണം, ഓതിറങ്ങനെ ബഹുമാനിക്കണങ്ങാവണം. ആയത്തിൽ കുറിച്ച് ഓദിത്തെങ്കിൽ കണക്കില്ലാത്ത പ്രത്യേകത ഉണ്ട്. ശൈത്താന ഷറിൽ പൂർണ്ണമായി നിനക്ക് ബച്ചാവാം. ബാങ്ക് ഇക്കാമത്തരോ മദ്യത്തിൽ ഓതൽ, ഉറങ്ങുമ്പത്ത് ഓതൽ, ആയത്തിൽ കുറിച്ച് നിസ്കാരത്തിൽ പിന്നെ ഓതൽ, ഔത്ത് നൂലുമ്പത്ത് ഓതൽ, ഇങ്ങനെ പ്രത്യേകത സുവാർത്ത. ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗത്തും ഷിഫ ചെന്നല്ലേ. അതുകൊണ്ട് ധാരാളം ഫാത്തിഹ സൂറത്ത് ഞങ്ങൾ ഓതിറങ്ങ ആവണം. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് അതൊരു 3 വട്ടം ഓതിട്ടെങ്കിൽ എത്ര ഓതിക്കോലി ഒരു ഖത ഓതിക്കോലി. അതുകൊണ്ട് ധാരാളം എന്താക്കണം ഇഖ്ലാസ് സൂറത്ത് ഓതിറങ്ങാവണം. മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തി ഇബ്തിഗാ വജ്ഹില്ലാഹി ഗഫിർ ലഹു. അള്ളാഹുടെ പുറത്തായിട്ട് യാസീൻ സൂറത്ത് ഓതുക അവൻ്റെ സർവ്വദോഷം മാഫാവിടൂ എന്ന് നബി ചെന്നര്. മൻ ഖറഅ വാഖിഅ സൂറ കുല്ല ലൈലത്തിൻ ലം യഫ്തഖിർ, അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. ആർക്കൊരു വാക്യ സുഹൃത്ത് 4 ഓതുക അവനക്ക് എന്താ ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അതും ഓതണം. പിന്നെ ജാബിർ റളിയല്ലാഹു ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖറ അലിഫ് ലാം മീം തൻസീൽ വ തബാറകല്ലദീ ബിയദിൽ മുൽക്ക്. അള്ളാഹുവിൻ്റെ റസൂല് സജദും സൂറത്തുൽ മുൽക്ക് ഓതാണ്ട് ഓർക്കും വരങ്ങിട്ടേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കണം, 4 ഓതണം. എന്തെങ്കിലും സൂറത്ത് മുൽക്ക് സൂറത്ത് എന്താക്കണത് കബൂറിൻ്റെ ശിക്ഷ ഇല്ലാണ്ടാക്കണം, കബൂറിൻ്റെ ശിക്ഷ ഇല്ലാണ്ടാക്കണം. ഏത് സൂറത്തുൽ മുൽക്ക് ഹിയ മുൻജിയത്തു തുഞ്ചീഹി മിൻ അദാബിൽ ഖബർ. ഏത് സൂറത്തുൽ മുൽക്ക് സൂറത്ത് ഖബർ ശിക്ഷമേ ഇല്ലാണ്ടാക്കട്ടെ. അതുകൊണ്ട് 4 ഞങ്ങൾ ഓതണം. ധാരാളം പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതണം കഴിത്തെങ്കിൽ ഞങ്ങൾ ഒരുപാട് ലാഭമുണ്ട്. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ബച്ചാവുമല്ലോ ഒരു മാർഗ പരിശുദ്ധ ഖുർആൻ ഓതണം. ഖുർആൻ ഓതണം കാണും. 3 വട്ടം കുൽ ഹുവല്ലാഹ് ചെന്നാലും 3 വട്ടം കുൽ ഹുവല്ലാഹ് ഓതിతే ഒരു ഖത ഓതിക്കോലി. 4 വട്ടം കുൽ യാ അൽ കാഫിറൂൻ ഓതിతే ഒരു ഖത ഓതിക്കോലി. 2 വട്ടം ഇദാ സിൽസാലഹ ഓതിతే ഒരു ഖത ഓതിക്കോലി. ഇതെല്ലാം ഷാർട്ട് കട്ടാക്കി കുറോടി നേരത്തിൽ ചെമ്മ കൂലി സമ്പാദനം. സൂറത്തുൽ തകാസുർ ഓതിతే 1000 ആയത്ത് ഓതിക്കോലി, 1000 ആയത്ത് ഓതിക്കോലി. അതുകൊണ്ട് എന്താക്കണം, ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതുക. അള്ളാഹുടെ പുറത്തെത്തുകയായിട്ടാണ് അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ഓതുറങ്ങ അള്ളാഹു ഞങ്ങളിട്ട് പൽക്ക പറഞ്ഞിട്ടുള്ള എന്ന് അലാമത്ത്. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളിട്ട് പൽക്ക അള്ളാഹു ആറിട്ട് പൽക്ക വരിക എന്താവില്ല നരകത്ത് ഹറാമാവില്ല. കാരണം ബെൽച്ചോ അങ്ങനെ കയ്യിലുണ്ട്. അതുകൊണ്ട് നരകത്ത് ഹറാമാവടാറ് സ്വർഗ ഫർലാവണം. നരകത്ത് എന്താ ഓടാറ് ഹറാമാവടാറ് സ്വർഗ ഫർലാവണം. എവിടെ നോക്കിയിട്ട് പോയോടെല്ലാം ബെൽച്ചമേ ബെൽക്കരെ പരിശുദ്ധ ഖുർആൻ ചെന്ന് അർത്ഥമേങ്ങളല്ലേ അത് ബെൽച്ചാണ്ട് പരിശുദ്ധ ഖുർആൻ ചെന്നു. അതുകൊണ്ട് ധാരാളം ഓതരോ സ്വാലിങ്ങായിട്ട് കബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ബച്ചാവാവടോ മുത്തക്കിങ്ങളെ കൊടുത്ത എല്ലാവരും നീ പെടുത്തു റഹ്മാനെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.